എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തിൻ്റെ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്ന നമ്മളെ ഈ കലാലയവുമായി ബന്ധിപ്പിക്കുന്ന ശക്തമായ ഒരു കണ്ണിയാവട്ടെ ഈ അലൂമിനി അസോസിയേഷനും ഈ സുസംഗമവും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സുസംഗമത്തിന് എല്ലാവിധ മംഗളങ്ങളും വിജയങ്ങളും നേരുന്നു. ഒപ്പം ഈ സുസംഗമം സംഘടിപ്പിക്കുവാൻ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ വേളയിൽ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തും സഹപാഠിയുമായ മിസ്റ്റർ ജെയിംസ് ഇമ്മാനുവൽ, അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേറ്റഡ് ആയ സേവനം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സുസംഗമം 2011 സാധ്യമായതെന്ന് സംശയമന്യേ പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ തലയിലുദിച്ച ആശയം ഞങ്ങൾ അറിഞ്ഞു അതിനോടൊപ്പം വന്നു ചേരുകയായിരുന്നു. അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ വിജയവും ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് സുസംഗമം. Next, I invite Mr. Suresh Kumar VP from the third batch for felicitation. ബഹുമാനപ്പെട്ട ഋഷി സാർ, സെബാസ്റ്റ്യൻ സാർ, വേദിയിലിരിക്കുന്ന ഗുരുക്കന്മാരെ, പ്രിയപ്പെട്ട സഹപാഠികളെ, കുടുംബാംഗങ്ങളെ, ഈ ഒരു പരിപാടിയോട് പൂർണ്ണമായിട്ടും യോജിച്ചുകൊണ്ട് തേർഡ് ബാച്ചിലെ ഒരു അംഗമെന്ന നിലയിൽ ആദ്യം മുതൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രാഥമികമായ നടപടികൾ ആരംഭിക്കുന്ന സമയം മുതൽ യോജിച്ച് പ്രവർത്തിക്കുന്നതിനും ഞങ്ങളുടെ ബാച്ചിലെ എല്ലാ സഹപാഠികളെയും കണ്ടെത്തുന്നതിനും വേണ്ട ആത്മാർത്ഥമായ സഹകരണവും ശ്രമവും നടത്തുന്നതിനോടൊപ്പം ശ്രീ സുരേഷും സഹകരിച്ചിരുന്നു. അങ്ങനെ എല്ലാവരെയും കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ പോലും ഞങ്ങളുടെ ബാച്ചിലെ ഒരു 80% സുഹൃത്തുക്കളെ ഈ യോഗത്തിൽ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ചരിതാർത്ഥത്തോടെ പറയാം, ഈ പരിപാടി എന്തുകൊണ്ടും വളരെ നല്ലത് തന്നെ. ഞാനും എൻ്റെ സീനിയർ സഹപാഠിയുമായ ശ്രീ പ്രകാശം ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ICRൻ്റെ കേന്ദ്ര തലത്തിൽ പ്രവർത്തിക്കുന്ന അലൂമിനി അസോസിയേഷൻ്റെ അംഗങ്ങളാണ്. സ്ഥിരമായിട്ട് എല്ലാ വർഷവും ICRൻ്റെ കീഴിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും അതിൽ വളരെ ആത്മാർത്ഥമായി സഹകരിക്കുകയും നടത്തിപ്പിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തകരെന്ന നിലയിൽ ശ്രീ ജെയിംസ് ഇമ്മാനുവലിനോടും പ്രകാശിനോടും ശ്രീ സത്യനോടും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഇന്നിവിടെ നോക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം വളരെ എമിനൻ്റായിട്ടുള്ള പേഴ്സണാലിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട്. രണ്ടാമത്തെ ബാച്ചിൽ റാങ്ക് കിട്ടിയ ജ്യോതി സാർ നമ്മോടൊപ്പം ഉണ്ട്. മൂന്നാമത്തെ ബാച്ചിൽ റാങ്ക് കിട്ടിയ ഞങ്ങളുടെ സഹപാഠി ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഒരു എമിനൻ്റ് പേഴ്സണാലിറ്റിയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ശ്രീ വേണു നായർ. അങ്ങനെ തുടങ്ങി എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട ഈ വേദിയിൽ വളരെയധികം സന്തോഷത്തോടെ ഞാൻ ഈ യോഗത്തിന് വേണ്ടി പ്രത്യേകം ആശംസകൾ അർപ്പിക്കുന്നു. എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി. We have Harishankar M, son of Shobha J of third batch, to perform a mimicry for us. മാന്യ സദസ്സിന് നമസ്കാരം. ഞാനിവിടെ അനുകരിക്കാൻ പോകുന്നത് ചില രാഷ്ട്രീയ പ്രമുഖരെയും ചില സിനിമാ നടന്മാരെയുമാണ്. ആദ്യമായി നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് VS അച്യുതാനന്ദൻ. ആദ്യം തന്നെ ഇവിടെ എന്നെ ഈ പരിപാടിയിൽ കുറച്ചു വാക്കുകൾ സംസാരിക്കാനും ഒരവസരം നൽകിയ സുസംഗമത്തിൻ്റെ എല്ലാ ഭാരവാഹികളോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ വരുന്ന ഇലക്ഷനിൽ എന്നെ നിങ്ങൾ വിജയിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പുതിയ റോഡുകളും 36 മീറ്റർ എന്നുള്ള
അതുമാത്രമല്ല, എൻഡോസൾഫാൻ ഈ കേരളത്തിൽ നിന്നു തന്നെ കെട്ടുകെട്ടിക്കുകയും ചെയ്യുന്നതെന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. I wish to name a few alumni who have done much merit to this department. First, I will be calling Mr. James Emmanuel. He was in the second batch. After his degree, he took an MBA in marketing from Kurukshetra University. Joined as GM in Toyota. Worked in the Gulf and South Africa. GM in the US, Switzerland, Australia, New Zealand, and many other places. Now he runs a business entrepreneur, Southern Auto Products, Adirampura. He is the secretary of KSSI, that is Small Scale Industries. He is a vice chairman of CII Kottayam. Without him, I do believe that we won't be here. So I request James Emmanuel to come to the podium and receive his. Next is another one from the second batch, same batch. It's A.B. Satyan. He was in the second batch of zoology. Then joined for MSc in Industrial Fisheries in Cochin University in '86. After completion, he joined the seafood industry in India in 1993. Joined in Saudi Fisheries Company, Saudi Arabia, as quality controller. Later worked in Bangladesh, Oman, UAE, and now associated with a European company in Cochin. For the McDonald's USA. Total 23 years of experience under his arms in the seafood industry. Also representing a few companies in India for procurement. Settled in Tripundra. His wife, Dr. B.G. Satyan, she's an orthopedic surgeon, and daughter, Judy Lakshmi. She's a ninth grade student. Satyan was the force behind Mr. Avi or Mr. Emmanuel. I invite Mr. Satyan to be on. We have a few rank holders. Luckily, I missed out in the first batch. But Jyotish Matthew, he was the first one who secured a rank for this department. Completed he was in the second batch. Completed BSc in 1985. First rank in Kerala University. MSc Microbiology first rank in Mahatma Gandhi University. PhD in Microbiology from MG University. In 1991, he joined MG University as a lecturer. Now Professor and Director of School of Biosciences, MG University. Give him a big hand. I invite Mr. Joseph. Another rank is coming on the way. Dr. Sarla Gopalakshmi from the third batch. She is hailing from Neendur, daughter of a retired SI of police. BSc first rank from Gandhi University. MSc in microbiology first rank again. And PhD from St. Thomas Palai. And the coincidence is she was guided by my classmate, first batch, Dr. P.J. Benning. Now she joined the St. Pius 10th College, Rajapuram, Kasaragod in 1998. Now Associate Professor. Please give her a big hand. Thank you, Sister Lucy. Now,
You might be thinking, where's the first batch? No ranks, nothing. Only a few zoologists. No. We have Venu Nair. He completed his PG from MG University. I forgot to mention, he's my classmate. After degree in zoology, he was trained in filmmaking at the Leeds Metro University, UK. He's active in TV and film media since 1990. And mind you, his creations amount to above 100 on subjects ranging from health, tourism to anthropology, to name a few. He has been awarded a whopping 12 times, including the coveted UN FAO award for the film Digging Mercy. Yesterday also his name was mentioned in the papers. I was busy, I couldn't read it. So, we take, especially the first batch, take pride in Mr. Venu Nair S. Please give a very big clap. Another rank holder, Miss Mridula Baby. She is the daughter of Lisama from the second batch, and Baby, her husband. She secured the first rank in BSc Botany, MG, from Devamala University, Kuravalangal. Please give her a small hand. Emmanuel to deliver the vote of thanks. നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സുവോളജി കെ കോളേജ് മാങ്ങാനം ഡോക്ടർ അലോഷ്യസ് എം സെബാസ്റ്റ്യൻ, റിട്ടയർഡ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് സെബാസ്റ്റ്യൻ ജോസഫ് സാർ, and all other teachers and doctors and professors of zoology department, my dear friends and children. This is a very great occasion for the zoology department of K College Manganam. This day it should be written in the golden leaves of history of zoology K College Manganam. I would like to tell you something regarding the formation of this Susangamam, as well as the process to which the Susangamam should be fruitful. You know, in the morning we wake up and we first, most of us except Tapish, we will look for the newspaper. We sit in front of the house and we read the newspaper. So can you, at that time, did you observe the surroundings? The morning time, no? Most of the people, they will not wake up in the morning. After 8 o'clock only they will wake up. Some people, they will wake up at around 4 o'clock. But when you observe the nearings and the surroundings of our house, you will feel that so many animals like squirrels, birds, and so many things will come. And did you notice any one of the bird? The bird which is very, very much familiar to us, and in Malayalam is called kaka. Do you know what is the scientific name of kaka? Good. Some of the zoologists are there. So, I'd like to tell you something about this Pros pendulus. First of all, they will come in the backyard of our house, and they will clean all the debris of food and all the things. So, the Susangamam, which is nothing but is the gathering of the zoology people of K College to gather the garbage of the society. We are standing for that. We are not standing for anything else. We are standing for the well-being of the members of the Susangamam for each and every aspect, whether it is in the happiness situation, whether it is sorrowful situation, whatever it may be.
whenever we said something to somebody, they will splash the news to each and everybody, and they will come to know that each and everybody is involved in that particular session of life of one particular member, or sometimes it may be a death, sometimes it may be a new baby, sometimes it may be a baptism, sometimes it may be a holy commune, sometimes it may be a marriage. For each and everything, we should intimate each other, at least to give a sign to any one of us. They will spread that news to each and everybody. Then it will be a big gathering. Susangamam is a basic common platform for all the people. All the people, we are all equal in each and every aspect, irrespective of any creed, caste, anything. Please understand that. This Susangamam is only for the benefit of the members of the Zoology Department, KE College, as well as the teachers and all our relatives, husband, wife, children, and everything is involved. Everybody is involved in that Susangamam. It is not the benefit of any individual person. It is not the benefit of any 2 or 3 people. It is the benefit of all the people, all the members of the Susangamam. Please understand that. And there is nothing, no separation for anybody. And second thing, this cross splendulars, their look, vision, aim is very much important. You please note tomorrow onwards. You please note that kaka, and that kaka will give you one sign of symbol. That symbol is the sight. It's a binocular vision. That binocular vision we don't have. We have a unicular vision. But one eye is for this side and one eye is for that side. And nobody can just throw a stone to them and they will escape miraculously they will escape like anything. 3, whenever there is some problem, when they give some sign of symbol of sound, everybody will gather together and everybody will fight for that common cause. So, like that, we should see the reality of the characteristic feature of a crow, so that please try to become a crow, so that in the life, in the society, to eradicate all the evil things from the society and get together and fight for a common cause. And the aim and target a thing and achieve that thing. These are all the characteristic features of a crow. We have to experience that type of things from the crow. And in Susangamam, this is one of the main basic reason, and this is one of the main aim of the Susangamam. And now it is only started. So next year and years, we will have a function, and we have to take a main auditorium for that. Like that, it will grow, and it will give a prosperous society responsibility for the